എഡ്യൂക്കേറ്റഡ് ചാനലിലെ വീഡിയോ എപ്പിസോഡുകൾക്ക് താഴെ പല ചോദ്യങ്ങളും വരാറുണ്ട്. അതോടൊപ്പം ചോദ്യത്തിന് ഉത്തരം നൽകാത്തതിന് തെറിയും കിട്ടാറുണ്ട്. ആ ഒരു പരാതി മാറ്റാൻ വേണ്ടി നിങ്ങളുടെ ചോദ്യങ്ങൾ സെലക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ, അതായത് ഒരു ചോദ്യത്തിനുള്ള ഉത്തരം വെച്ച് ഒരു എപ്പിസോഡ് ചെയ്യുകയാണ് ഡെയിലി. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത ക്വസ്റ്റ്യനുള്ള ആൻസർ ആയിരിക്കും ആ എപ്പിസോഡിൻ്റെ കോണ്ടന്റ് എന്നുള്ളത്. ഇന്നത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് HT1663 എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ്. അവർ ചോദിക്കുന്ന ചോദ്യം എന്നുള്ളത് ഡിപ്ലോമ കഴിഞ്ഞാൽ എങ്ങനെ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ്. വളരെ നല്ല ചോദ്യമാണ്. ഒബ്വിയസ്ലി ഡിപ്ലോമ കോഴ്സുകളെക്കുറിച്ച് ഏത് രീതിയിലുള്ള ഡിപ്ലോമ കോഴ്സാണ് HT ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കി തരികയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു ആൻസർ പറയാൻ വേണ്ടി. ഏതൊക്കെ രീതിയിലുള്ള ഡിപ്ലോമ കോഴ്സുകളാണുള്ളത്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ത് എന്നുള്ളത് ദ എഡ്യൂക്കേറ്റഡ് ചാനലിൽ വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കാർഡായോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ലോങ് സ്റ്റോറി ഷോർട്ട്, ഇങ്ങനെ ഡിപ്ലോമ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞാണ് ഡിപ്ലോമ ചെയ്തതെങ്കിൽ, അതും ഡിപ്ലോമ കോഴ്സ് 2 മുതൽ 3 വർഷം വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സാണെങ്കിൽ അതിന് ഒരു രീതിയിലുള്ള ആൻസറാണുള്ളത്. അതോടൊപ്പം 10th കഴിഞ്ഞ് ഡിപ്ലോമ ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന് വേറൊരു ആൻസറാണുള്ളത്. അതോടൊപ്പം നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞ് ഏത് ഫീൽഡിലെ ടീച്ചിങ് പ്രൊഫഷന് വേണ്ടിയാണോ ചോദ്യം ചോദിച്ചിട്ടുള്ളതെങ്കിൽ അതിന് വേറൊരു ആൻസറാണുള്ളത്. ഏതായിരുന്നാലും നമുക്ക് വളരെ ബ്രീഫായിട്ട് ഇതിനുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. 10th കഴിഞ്ഞ ഒരു കുട്ടിയാണ്, ഡിപ്ലോമ പഠിച്ചിട്ടുണ്ട്. 2 to 3 years, അതായത് 3 വർഷം വരെ നീണ്ടു നിൽക്കുന്ന എൻജിനീയറിംഗ് ഡിപ്ലോമ ആണ് പഠിച്ചതെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം ടീച്ചിങ് ജോബിലേക്ക് ഏത് ഫീൽഡിലേക്കാണ്, ഏത് മേഖലയിലേക്കുള്ള ടീച്ചിങ്ങിലേക്കാണ് പോകാൻ താല്പര്യം? അതായത് സ്കൂൾ തലത്തിലുള്ള ഹയർ സെക്കൻഡറി പോലുള്ള ക്ലാസ്സുകളിലേക്കാണോ, അതല്ല ITI പോലുള്ള കോളേജുകളിലേക്കാണോ, ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണോ, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് തന്നെയാണോ എന്ന ചോദ്യം കൂടി ഇവിടെ ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓരോന്നായി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഈ ഡിപ്ലോമ പഠിച്ച കുട്ടി 10th കഴിഞ്ഞ് ഡിപ്ലോമ പഠിച്ചു. എന്നിട്ട് ഇവർക്ക് സ്കൂളുകളിലേക്കാണ് ടീച്ചിങ്ങിന് പോകേണ്ടതെങ്കിൽ ഒബ്വിയസ്ലി അവർക്ക് വേണ്ടത് ഡിഗ്രിയും, അതായത് അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാം, BA BSc പോലുള്ള കോഴ്സുകൾ, അതിനോടൊപ്പം B.Ed ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ. അതിനുശേഷം എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടാകും, നെറ്റ് സെറ്റ് പോലുള്ള TET പോലുള്ള ടെസ്റ്റുകൾ ഉണ്ടാകും. ഇതും കൂടി ക്വാളിഫൈ ചെയ്താൽ മാത്രമേ സ്കൂൾ തലത്തിലേക്ക് ടീച്ചിങ്ങിലേക്ക് പോകാൻ പറ്റും. ഇനി ITI ക്ലാസ്സുകളിലേക്കാണ് ടീച്ച് ചെയ്യാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ ഡിപ്ലോമ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് 2 മുതൽ 3 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഡിപ്ലോമ കോഴ്സ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ITI ക്ലാസ്സുകളിലേക്ക്, ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്ക് ടീച്ചറായി പോകാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് അല്ലെങ്കിൽ പോളിടെക്നിക്കിലാണ് ടീച്ചിങ്ങിലേക്ക് പോകാൻ താല്പര്യമെങ്കിൽ പല മേഖലയിലുള്ള ടീച്ചിങ് റാങ്കിങ് ഉണ്ട്. ഏതായിരുന്നാലും ബാച്ചിലർ ഓഫ് ടെക്നോളജി BTech അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് BO അല്ലെങ്കിൽ MTechോ MEO ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിപ്ലോമ കോളേജുകളിലേക്ക്, പോളിടെക്നിക് സ്ഥാപനങ്ങളിലേക്ക് ടീച്ചറായി പോകാനും പറ്റും. അതല്ല നിങ്ങൾ +2 കഴിഞ്ഞ ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ തലത്തിലേക്ക് ടീച്ചിങ്ങിന് പോകണമെങ്കിൽ അഗെയിൻ ഇവിടെ നിങ്ങൾക്ക് ഡിഗ്രി ആവശ്യമുണ്ട്, ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഡിഗ്രിയും B.Edഉം ഇൻ്റഗ്രേറ്റഡ് B.Ed ചെയ്ത് ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് TET ക്വാളിഫൈ ചെയ്ത് നിങ്ങൾക്ക് ടീച്ചിങ്ങിലേക്ക് പോകാം. അതല്ല നിങ്ങൾക്ക് പോളിടെക്നിക്കിലേക്കാണ് പോകേണ്ടതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ BTech ആവശ്യമുണ്ട്. അതല്ല ITI ക്ലാസ്സുകളിലേക്കാണ് നിങ്ങൾക്ക് ടീച്ചിങ്ങിന് താല്പര്യമെങ്കിൽ നിങ്ങളുടെ ഡിപ്ലോമ മതിയാവും. അതല്ല നിങ്ങൾക്ക് BTech ക്ലാസ്സുകളിലേക്കുള്ള ടീച്ചിങ്ങിലേക്കാണ് പോകാൻ താല്പര്യമെങ്കിൽ MTechോ അതിനോടൊപ്പം PhDയോ അതിനുശേഷമുള്ള ടീച്ചിങ് വർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി വർക്ക് എക്സ്പീരിയൻസ് കൂടി ആവശ്യമുള്ളതായിട്ടുണ്ട്. ഇതാണ് വളരെ ബ്രീഫായിട്ട് HTയുടെ ക്വസ്റ്റ്യന് ആൻസർ പറയാനുള്ളത്. ചോദ്യം ചോദിക്കുമ്പോൾ വളരെ കൃത്യമായി ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ആൻസറും നമുക്ക് വളരെ കൃത്യമായി പറഞ്ഞു തരാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലുള്ള വാട്ട് ഇഫ് എന്നുള്ള, അല്ലെങ്കിൽ ഏത് പഠിച്ചാൽ ഏത് എന്ന രീതിയിൽ കൂടുതൽ സാധ്യതകൾ കൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. പല കൂട്ടുകാരും പറയാറുണ്ട് എപ്പിസോഡ് വളരെ നീണ്ടതാണ്, ആൻസർ കൃത്യമായി പറയുന്നില്ല, yes or no പറയുന്നില്ല എന്നൊക്കെ. പലപ്പോഴും ചോദ്യം വളരെ കൃത്യമല്ലാത്തത് കൊണ്ടാണ് ആൻസറും കൃത്യമല്ലാതായി വരുന്നത്. കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നു കമൻറ്റ് ബോക്സിൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.